സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന അക്രമവാസനയ്ക്ക് സിനിമകളും കാരണമാകുന്നുവെന്ന വിമർശനം നേരത്തെ തന്നെയുണ്ട്. എത്രത്തോളം സിനിമ ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്നു എന്നതിന് ആധികാരികമായ പഠന റിപ്പോർട്ടുകളൊന്നുമില്ലെങ്കിലും ഏറ്റവും ജനപ്രിയ വിനോദത്തിന് മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കാൻ കഴിയുമെന്നതിൽ സംശയമില്ല. എന്നുവെച്ച് നാട്ടിൽ നടക്കുന്ന എല്ലാ കൊള്ളരുതായ്മകൾക്കും സിനിമ കാരണമാകുന്നുവെന്നും പറയാൻ സാധിക്കില്ല. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടന്നതിന് പിന്നാലെ ഉയർന്നു വന്ന ചർച്ചകളിൽ ഏറ്റവും അധികം വിമർശനം നേരിടേണ്ടി വന്നത് ഉണ്ണി മുകുന്ദനെ നായകനാക്കി ഹനീഫ് അദാനി സംവിധാനം ചെയ്ത മാർക്കോ എന്ന ചിത്രമായിരുന്നു. മലയാളത്തിലെ ഏറ്റവും വയലൻസ് ഉള്ള സിനിമ എന്ന പരസ്യവാചകം ശരിവെക്കുന്ന തരത്തിൽ അങ്ങേയറ്റം ക്രൂരമായ ക്രൈം രംഗങ്ങളായിരുന്നു സിനിമയിൽ ഉണ്ടായിരുന്നത്. ഇത്തരം ഒരു സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റോട് കൂടിയാണെങ്കിലും സെൻസർ ബോർഡ് അനുമതി നൽകിയതിനെതിരെ വിമർശനം ഉയർന്നു. തിയേറ്ററിലെ വൻ വിജയത്തിന് ശേഷം ഇപ്പോൾ OTT-യിലും സിനിമ പ്രദർശനം തുടരുകയാണ്. ഇതിനിടയിലാണ് മാർക്കോ സിനിമ TV ചാനലുകളിൽ പ്രദർശിപ്പിക്കാനുള്ള അനുമതി നിഷേധിച്ച വാർത്ത ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. ചിത്രത്തിന് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റുമായി പ്രദർശനാനുമതി നൽകിയതിലാണ് ഇത്തരമൊരു തീരുമാനമെന്നാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ പ്രാദേശിക ഓഫീസറായ ടി നദീം തുഫൈൽ വ്യക്തമാക്കുന്നത്. റീജിയണൽ എക്സാമിനേഷൻ കമ്മിറ്റിയുടെ ശുപാർശ സെൻട്രൽ ബോർഡ് അംഗീകരിച്ചാണ് മാർക്കോയ്ക്ക് തിരിച്ചടിയായത്. വലിയ രീതിയിലുള്ള വയലൻസ് നിറഞ്ഞു നിൽക്കുന്നതിനാൽ തന്നെ മാർക്കോയ്ക്ക് തിയേറ്ററിലെ പ്രദർശനത്തിനും അനുമതി നൽകരുതെന്നായിരുന്നു കേരളത്തിലെ കമ്മിറ്റിയുടെ തീരുമാനം. സിനിമയിലെ രംഗങ്ങൾ പൂർണ്ണമായി മുറിച്ചുമാറ്റിയുള്ള സെൻസറിംഗ് രീതി ഇപ്പോഴില്ല. ഏത് തരത്തിലുള്ള ഉള്ളടക്കമാണോ ഉള്ളത് അതിനനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ് നൽകുകയാണ് ചെയ്യുന്നത്. അക്രമ രംഗങ്ങൾ കൂടുതലായുള്ള സിനിമകൾ കുട്ടികൾ കാണാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് രക്ഷിതാക്കളാണ്. ഇക്കാര്യത്തിൽ അവർക്ക് മാത്രമാണ് പൂർണ്ണ ഉത്തരവാദിത്തമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർട്ടിഫിക്കറ്റ് നൽകിയ സിനിമ 18 വയസ്സിൽ താഴെയുള്ളവരെ കാണിക്കാൻ പാടില്ല. ഏതെങ്കിലും തിയേറ്ററുകാർ ഈ ചട്ടം ലംഘിച്ചതായി പരാതി ലഭിക്കുകയാണെങ്കിൽ 10,000 രൂപ വരെ പിഴ ഈടാക്കാനും ടെലിവിഷൻ ചാനലുകളിൽ പ്രദർശിപ്പിക്കാനുള്ള അനുമതിക്ക് വേണ്ടി കൂടുതൽ സീനുകൾ വെട്ടിമാറ്റി വേണമെങ്കിൽ മാർക്കോയുടെ നിർമ്മാതാക്കൾക്ക് വീണ്ടും അപേക്ഷിക്കാം. അതേസമയം മാർക്കോ പോലുള്ള ഒരു സിനിമ ഇനി ചെയ്യില്ലെന്ന് നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദും വ്യക്തമാക്കി. മാർക്കോ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ ചെയ്ത സിനിമയല്ലെന്നും പ്രേക്ഷകർ സിനിമയെ സിനിമയായി കാണുമെന്നുമാണ് കരുതിയതെന്നും അദ്ദേഹം പറയുന്നു. ഏഷ്യാനെറ്റ് ന്യൂസിനായിരുന്നു താരത്തിന്റെ പ്രതികരണം. മാർക്കോയിലെ അതിക്രൂര വയലൻസ് ദൃശ്യങ്ങൾ കഥയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയത്. അതൊരു സിനിമാറ്റിക് അനുഭവമായി കാണാൻ ശ്രമിക്കണമെന്നും ആവശ്യപ്പെടുന്നു അദ്ദേഹം. ഏറ്റവും വയലൻസ് ഉള്ള സിനിമ എന്ന പരസ്യം കൊടുത്തത് കള്ളം പറയാതിരിക്കാനാണെന്നും കൂട്ടിച്ചേർത്തു. പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.